ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സനി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ 2 പഴം ആണ് ലൈക്ക് പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ മക്കൾക്ക് അന്നുമുളൊക്കെ വരുമ്പോൾ ഞാൻ പഴം പുഴുങ്ങിയാണ് കൊടുക്കാറ്. പക്ഷെ ഇത് പുഴുങ്ങാനും വയ്യ, ഭയങ്കര അലീസായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു അട ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ പഴം, ശർക്കരയും അരിപ്പൊടി മാത്രം ഉപയോഗിക്കുന്നൊരു അട ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായ എലന്തക്കയുടെ മരം കാണിച്ചിട്ട് മരമല്ല, എലന്തക്കയുടെ ഫ്രൂട്ട് കാണിച്ചതേ. ഇതാണ് എലന്തക്കയുടെ. ഞാൻ വാഴ എടുക്കാൻ വേണ്ടി കത്തി എടുത്ത് നിൽക്കണേ എലന്തക്കയുടെ കായാണത്. ഈ മൊക്കെ കായ ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ അവിടെയൊക്കെ കായ ഉണ്ടായിട്ടുണ്ട്. ഇത് സാധാരണ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുലച്ച് വരുമ്പോഴേക്കും ആ കുലച്ച എന്താ പറയുക, ആ ഒരു ശാഖ കണ്ട് കരിഞ്ഞു പോകാറാണ്. പക്ഷെ ഇപ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലുപ്പം വന്നിട്ടുണ്ട്. നമുക്ക് അട ഉണ്ടാക്കാൻ കുറച്ച് വാഴല വേണം. അപ്പോൾ വാഴ എടുക്കാൻ നമുക്ക് പറമ്പിലേക്ക് പോവാം. അപ്പോൾ റിയാൻ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവൻ നീക്കുന്ന മുന്നേ നമുക്ക് സാധനങ്ങൾ സെറ്റാക്കണം. പറമ്പിലേക്ക് പോവാം. ഈ വിജനമായ പറമ്പിക്ക് ഈ നേരത്തെ വരാൻ എനിക്ക് കുറച്ച് പേടിയുണ്ട്. കാരണം പാമ്പൊക്കെ ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് പോയി നോക്കാം. പാമ്പ് മാത്രമല്ല, നായ്ക്കളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇല വേണമല്ലോ, ഇലയില്ലാതെ പറ്റത്തില്ലല്ലോ. പോയേക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിതാ ഇത്രയും ഇല മതി തൽക്കാലത്തിന്. അപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടോ? ഞാൻ ഫോൺ വെച്ചതൊരു വാഴൻ്റെ ആ നടുവിലാട്ടോ. അപ്പോൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് ഇത്ര മതിയല്ല. അപ്പോൾ നമുക്കിനി വേഗം റിയാൻ നയിക്കുമ്പോഴേക്ക് നമുക്ക് സംഭവം സെറ്റാക്കണം. നമുക്ക് തേങ്ങ ഈ ഒരു റെസിപ്പിക്ക് തേങ്ങൻ്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ ഇട്ട് ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് നമുക്ക് വേഗം ചെയ്യാൻ അറിയാൻ നിൽക്കുമ്പോഴേക്ക്. അപ്പം നമ്മളെ വീഡിയോയുടെ ആദ്യം പറഞ്ഞല്ലേ ആ ഒരു അടയുടെ കാര്യം, ഇതാട്ടോ അതിലേക്ക് വേണ്ട സാധനങ്ങൾ. നല്ല പഴുത്ത പഴമുണ്ട്, ശർക്കര 2-3 കഷ്ണമുണ്ട്, തേങ്ങയുണ്ട്, അരിപ്പൊടി, ഈ 4 ചേരുവ മാത്രമായിട്ടോ. ഇനി ഏലക്കായ വേണമെങ്കിൽ ഏലക്കായൊക്കെ ഇടാം. നിങ്ങൾക്ക് വല്ല നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സും ഇടാം ഈ ഒരു സംഭവത്തേക്ക്. ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മുടെ പഴുത്ത പഴവും ശർക്കരയും കൂടി നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കണേ. എന്നിട്ട് ഈ അരച്ച ബാറ്ററിലേക്ക് നമുക്ക് തേങ്ങ ഇടാം. തേങ്ങേൻ്റെ കൂടെ നമുക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നട്ട്സൊക്കെ ഇട്ട് അടയട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ സംഭവം അരച്ച് റെഡി ആക്കിയപ്പോൾ മധുരം കുറച്ച് കുറവ്, ശർക്കര ആണ് അവിടെ എല്ലിന്. അപ്പോൾ ഞാൻ ഇപ്പോൾ പോയി ശർക്കര മേടിച്ച് വന്നു. അപ്പോൾ കടയിൽ പോയപ്പോൾ അവിടെ 10 രൂപയ്ക്ക് ശർക്കരയുള്ള സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം തൽക്കാലം കിട്ടിയിട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇനി വീട്ടിലെത്തുമ്പോൾ എന്താ പാടാ റിയാൻ നീക്കണമെന്നറിയില്ല. നീക്കാതിരിക്കട്ടെ, ഒരു 3:30 വരെയൊക്കെ ഉറങ്ങട്ടെ. 3:30ക്ക് അന്നുനെ കൊല്ലാൻ പോകാനുണ്ട്. അപ്പോൾ മാക്സിമം 3:30 നമുക്ക് സമയമുള്ളൂ. അവൻ നീറ്റാലും നീറ്റില്ലാണ്ടില്ല. ഒന്ന് വേഗം ഉണ്ടാക്കാം. ഞാൻ ആദ്യം 3 കഷ്ണം ശർക്കര എടുത്താട്ടോ. പക്ഷെ പിന്നെ എനിക്ക് ടേസ്റ്റ് നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവായി തോന്നി. കാരണം വലിയ പഴത്തിലൊരു ചവർപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ മധുരം കുറവാകുമ്പോൾ ഈ ചവർപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മധുരം ആഡ് ചെയ്യാൻ വിചാരിച്ചു. ശർക്കര മേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു. അതിന് ശേഷം ഞാൻ അരിപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ആഡ് ചെയ്യുമ്പോൾ ഏലക്കായ ചതച്ചും ആഡ് ചെയ്യാവേ. അങ്ങനെ നമ്മുടെ ബാറ്ററി സെറ്റായിട്ടുണ്ട്. ഒരു തിക്ക് കൺസിസ്റ്റൻസി ആക്കി മാറ്റട്ടോ. പിന്നെ ഇല വാട്ടിയിട്ട് നമ്മുടെ ഇലയിൽ ഇങ്ങനെ കുറച്ച് ഇട്ടിട്ട് നല്ല മടക്കി ആവിയിൽ വേവിക്കാവേ.
അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 3:30 ആയിട്ട്. അപ്പം നമുക്ക് അന്നുവിന് അംഗനവാടിയിൽ നിന്ന് കൊണ്ടാണ്ട് അങ്ങനെ അടുപ്പത്തേക്ക് ഒരു വലിയ ചകിരി കഷ്ണം വെച്ചതിന് ശേഷം ഞാൻ നേരെ അംഗനവാടിക്ക് പോകട്ടോ. അപ്പോൾ ഗൈസ് ഇപ്പം 3:27 ഞാൻ ഒരു 3:20 ആകുമ്പോൾ ഇറങ്ങിയിട്ടൊരു 3:30 കൃത്യം അംഗനവാടിയിൽ എത്താൻ പ്ലാനില്ല കേട്ടോ. പക്ഷെ കുറച്ച് ലേറ്റായി. റിയാൻ നീക്കുമ്പോഴേക്കും എല്ലാം ചെയ്യാൻ വിചാരിച്ചു. റിയാൻ എന്തോ ഭാഗ്യത്തിന് ഇപ്പോഴും ഉറങ്ങും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് അംഗനവാടിക്ക് പോകാം. അപ്പോൾ 3:27 ആയി. അപ്പോൾ ഇനി അടുത്ത മണിക്ക് 3:30-3:35 ആവും. എല്ലാവരും പോയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ഞാൻ ഇനി കൂടുതൽ സംസാരിക്കില്ല. ഞാൻ പോട്ടെ, ബൈ. അങ്ങനെ അംഗനവാടിയിൽ നിന്ന് വന്നപ്പോഴേക്കും നമ്മുടെ അടുപ്പത്തെ തീയൊക്കെ വെടിക്കുക പോയി കേട്ടോ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് സംഭവം നല്ല സെറ്റായതിന് ശേഷമാണ് തീയൊക്കെ അണഞ്ഞത്. ഇഷ്ടായ പറ. പിന്നെന്തൊക്കെയുണ്ട്? നല്ല സംഭവം ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. കഴിച്ചു വെക്കാം. ഇഷ്ടായോ? അമ്മ ഇഷ്ടായിട്ടുണ്ട്. അപ്പൊ വളരെ എളുപ്പമാണ്. ഭയങ്കര സിമ്പിൾ സ്റ്റെപ്പാണ്. വളരെ എളുപ്പത്തിൽ സിമ്പിൾ സ്റ്റെപ്പിലാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ വെച്ചിട്ട് പഴത്തിൻ്റെ ഒരു കുത്തരൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ പക്ഷെ കുറച്ച് അധികം മധുരം ഇടാം. അപ്പം പഴത്തിൻ്റെ കുത്തര വരില്ല. വെരി ടേസ്റ്റി. ബൈ ബൈ. ബൈ.